സംസ്ഥാനത്ത് വീണ്ടും ലവ് ജിഹാദ്. കാസർഗോഡ് CPM നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി. ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം. യുവതിയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നും കുടുംബം. ഉദുമയിലെ CPM നേതാവ് PV ഭാസ്കരനാണ് യുവതിയുടെ പിതാവ്. സാഹചര്യം ഇതായിരിക്കെ യുവതി സമൂഹമാധ്യമങ്ങളിൽ തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ബുരാനിച്ചടക്കം മറ്റെല്ലാ മാധ്യമപ്രവർത്തകരും എൻ്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നരകതുല്യമായാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക്. മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു. ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല. എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ഭയക്കുന്നുണ്ടാവാം. പ്രതിപക്ഷ നേതാവ് ദയവ് ചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒന്നുകൂടി പറയാണ് എല്ലാ മാധ്യമപ്രവർത്തകരോടും, ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ്. എൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കണം. ഇതിലെങ്ങനെ ഈ പെൺകുട്ടിയെ ലവ് ജിഹാദ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇപ്പോ ഇവന്റെ ഈ പ്രവർത്തനം കാണുമ്പോ അങ്ങനെ ഒരു സംശയം ഇല്ലായികയില്ല. ഒരു സംശയം തോന്നുന്നു. രണ്ട് കാലും ഇല്ലാതെ മലമൂത്രം ഇങ്ങനെ പോകുന്ന ഈ പെണ്ണിന്റെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്? നേരില്ല ഭാര്യനെ തന്നെ അവന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഇവളെ സംരക്ഷിക്കുന്നത്? അപ്പൊ പൈസയാണ് ഒന്ന് ലക്ഷ്യം. പിന്നെ ഇവൾ അഥവാ കല്യാണം കഴിച്ച ഇവര് ഗൾഫിൽ ഇങ്ങനെ ഒരു അറിയപ്പെടുന്നത് ഇങ്ങനെയല്ലേ അവരെ കല്യാണം കഴിച്ച ആർമി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിന് സഹായിക്കപ്പെടുന്നതാണ് പറയുന്നത്. പ്രണയത്തിന്റെ കാര്യം മാത്രം എങ്ങനെ അറിയാം? പ്രണയം പറഞ്ഞത് നമ്മളെ മകളെ കാണാൻ വേണ്ടി വന്നു. കണ്ടിട്ടായിട്ട് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാം, എനിക്ക് ഇവിടെ കല്യാണം കഴിച്ചു തരണ്ട, എന്നാൽ ഞാൻ ചികിത്സ നടത്തി തരാം. അപ്പൊ ഇവള് പിന്നെ വിവാഹമോചനം നടത്തിയിരിക്കുന്നു. അപ്പൊ ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഓന് ഭാര്യയും കുട്ടികളും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കൊടുക്കട്ടിയായിരുന്നു. ഇവനൊരു ഡ്രഗിന്റെ അഡിക്റ്റാണ്. കാരണം അതിന്റെ കച്ചവടം കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ പല ആളും അന്വേഷിച്ച് വന്നുകൊണ്ടായിരുന്നു. അപ്പൊ ഈ പേപ്പറിൽ ചുരുട്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇയാളെന്തോ മരുന്നില്ലേ, പിന്നീടാണ് ഇത് ഇയാള് പിന്നെ ഇങ്ങനെ മറ്റേ ലഹരി മരുന്നില്ലത് നമുക്ക് തോന്നാൻ കാര്യം പിന്നീടാണ്. ഇപ്പൊ അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവക്കിപ്പോ എണീച്ച് നടക്കാൻ പറ്റില്ല, മലമൂത്രമെല്ലാം ഹോം നേഴ്സാണ് എടുക്കുന്നത്. അങ്ങനെയില്ല ഇവൻ എന്നെ ഭാഷ പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഈ കല്യാണം കഴിച്ചു തരുന്നെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ ഇതിന്റെ തുകയാണ്, ഇൻഷൂർ തുക അവന് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ കാരണമാണ്. അത് ഈ മകൾക്ക് മനസ്സിലാവുന്നില്ല. മകള് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഇവൻ എന്റെ കാര്യം ശരിയാക്കും, അത് മാത്രമല്ല കല്യാണം കഴിക്കുന്നതും പറഞ്ഞാൽ. അപ്പൊ ഓക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരാളായി എന്ന അർത്ഥത്തിലാണ് ഓൻ ചിന്തിക്കുന്നത്. ഓന് ഇവളെ പൈസക്ക് വേണ്ടിയിട്ടുള്ള ചിന്ത അവൾക്കില്ല. നമ്മൾ ഓമനയിൽ വളർത്തിയ മകളാണ്. ഇന്ന് വരെ മർദ്ദിക്ക് ഈ അരക്ക് താഴെ സ്വാധീനമില്ലാതെ മർദ്ദിക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛൻ നമുക്ക് തോന്നുക ഞങ്ങൾ എന്തായാലും ഇടുന്നു ഓളെ പിന്നെ നീ പോയിക്കോ എന്ന് പറയുന്നില്ല അർത്ഥത്തിലാണ് പിന്നെ ഓള് നമ്മൾ തല്ലിന്നെല്ലാം പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരം. അപ്പൊ പൊതുജനങ്ങളുടെ ഇടയിൽ ഭയങ്കര അഭിപ്രായം. അവൻ തന്നെ ഒരു ഫോൺ കൊടുത്തിട്ട് പിന്നെ ഇല്ല രീതിയിലാണ് ഇല്ല നമ്മളോളടുത്ത് ഫോൺ ഉണ്ടായത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അനഘ, കാസർഗോഡ് CPM നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കി എന്നുള്ള പരാതിയാണല്ലോ ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും നാളും നോക്കിയ ആ വീട്ടുകാർക്കെതിരെ ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഇടണമെങ്കിൽ അതിലും ആ കുട്ടിയുടെ മേൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഈ യുവാവ് ചുമത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടുകാർ കൃത്യമായി പറയുന്നുണ്ട് ഇത് ലവ് ജിഹാദ് ആണ് എന്നുള്ള സംശയമുണ്ട്. അതുമാത്രമല്ല, ഈ കുട്ടിക്ക് കിട്ടേണ്ടുന്ന ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഈ യുവാവ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി വീട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്?
രോഹിണി കാസർഗോഡ് ഉദുമ സ്വദേശിയായിട്ടുള്ള 34 വയസ്സുകാരിയാണ്. ഇവർക്ക് 2 വർഷം മുൻപ് ഒരു അപകടം സംഭവിച്ചിരുന്നു ഈ യുവതിക്ക്. അതിനെ തുടർന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലാണ്. ഈ യുവതിയുടെ വീട്ടുകാരാണ് പിന്നീടുള്ള ചികിത്സയൊക്കെ തന്നെ നടത്തിയത്. ഇതിനെ തുടർന്ന് ഈ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപാണ് റാഷിദ് എന്ന് പറയുന്ന ഒരാൾ ഈ കുട്ടിയുടെ ചികിത്സിച്ച കാലിലെ അസുഖം മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ ബന്ധപ്പെടുന്നു. അങ്ങനെ ചികിത്സ തുടരുന്നു. ഈ ചികിത്സ നടക്കുന്നതിനിടയിലാണ് ഈ കുടുംബത്തിന് ഈ റാഷിദ് എന്ന് പറയുന്ന ആൾ അയാളെ കുറിച്ച് നല്ല അഭിപ്രായമല്ല പുറത്തുനിന്ന് വരുന്നത്. മാത്രമല്ല കാല് നേരെയാക്കാനും കഴിയുന്നില്ല എന്ന് കുടുംബം മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈ ചികിത്സ വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അപ്പോഴാണ് ഈ റാഷിദ് ഈ യുവതിയുടെ കുടുംബത്തോട് പറയുന്നു, താൻ ഈ കുട്ടിയുടെ കാല് ശരിയാക്കി തരാം, ഈ കുട്ടിയെ നടത്തിത്തരാം, പക്ഷേ ഈ കുട്ടിയെ തനിക്ക് വിവാഹം ചെയ്ത് തരണം എന്ന് ഈ വീട്ടുകാരോട് പറയുന്നു. ഈ പ്രദേശത്തെ CPM നേതാവ് കൂടിയാണ് ഈ യുവതിയുടെ പിതാവായിട്ടുള്ള ഭാസ്കരൻ എന്ന് പറയുന്ന ആൾ. ഇവർ ഇതിനെ കൃത്യമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഈ റാഷിദ് ഈ യുവതിയെ കാണാനില്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കുന്നു. പക്ഷെ അതിൽ പോലും ഈ കുട്ടി ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കുമ്പോൾ പോലും പിന്നീട് ഈ കേസിന്റെ നടപടികൾ നടക്കുമ്പോൾ ഈ കുട്ടിയെ ഉപയോഗിച്ച് ഇവർ ഈ റാഷിദ് ആ കേസ് പിൻവലിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. തന്നെ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കുകയാണ്, ഒരു ഇതര മതസ്ഥനെ വിവാഹം കഴിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് തന്നെ നിരന്തരം ഈ വീട്ടുകാർ മർദ്ദിക്കുക അടക്കം ചെയ്യുന്നത്. അരയ്ക്ക് താഴ്പോട്ട് സ്വാധീന ശേഷി ഇല്ലാത്ത ഒരാളാണ് താൻ, എന്നിട്ട് പോലും താൻ ഇത്ര അധികം പീഡനങ്ങളാണ് വീട്ടിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവച്ചത്. അതിനെ തുടർന്ന് മാധ്യമങ്ങളടക്കം ഈ വീഡിയോയും ഈ പെൺകുട്ടിയുടെ പ്രതികരണവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വാർത്തയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വാർത്തകൾ മുഴുവൻ പ്രചരിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതികരണവുമായി ഈ കുട്ടിയുടെ പിതാവ് വന്നിരിക്കുന്നത്. ജനം ടിവിയോട് തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ യുവതിയെ മർദ്ദിച്ചിട്ടില്ല, തങ്ങൾ ആ രീതിയിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പക്ഷേ ഈ റാഷിദ് എന്ന് പറയുന്ന ആൾ അത് ലവ് ജിഹാദാണ് ഇവിടെ നടക്കുന്നത് എന്ന് കുട്ടിയുടെ CPM നേതാവ് കൂടിയായിട്ടുള്ള പിതാവ് ഭാസ്കരൻ സമ്മതിക്കുകയാണ്. അല്ല എങ്കിൽ ഈ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലുള്ള രോഗിയായ തന്റെ മകളെ, മാത്രമല്ല നേരത്തെ വിവാഹം കഴിച്ചതാണ്, അതിലൊരു കുട്ടിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന തന്റെ മകളെ ഈ റാഷിദ് എന്ന് പറയുന്ന മറ്റൊരു വിവാഹിതനായ മറ്റൊരു കുട്ടിയുടെ പിതാവ് കൂടിയായ റാഷിദ് എന്തിനാണ് തന്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഈ രീതിയിൽ വാശി പിടിക്കുന്നത് എന്നാണ് ഈ യുവതിയുടെ പിതാവ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ കുടുംബം വിശ്വസിക്കുന്നത്. മാത്രമല്ല ആ പിതാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ഇതര മതവിഭാഗത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ വിദേശ രാജ്യത്ത് നിന്ന് പോലും ഇത്തരം പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കൂടിയാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത്. ഇതൊക്കെ തന്നെ തനിക്ക് കേട്ടറിവാണ്, പക്ഷെ ഇതിന് തെളിവുകളൊന്നും നമുക്കില്ല എന്ന് കൂടി ഈ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പിതാവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം താൻ ഇതിൽ സംശയിക്കുന്നു എന്നാണ്. ഇത് പറയുന്നത് CPMന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഉദുമയിലെ CPMന്റെ നേതാവായിട്ടുള്ള ഭാസ്കരനാണ് ഈ കാര്യം പൊതുമധ്യത്തിൽ വന്ന് പറയുന്നത് എന്നതാണ്. അല്ല എങ്കിൽ ഇത്തരത്തിൽ നിർബന്ധം റാഷിദിനെ പോലെ ഒരാൾ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ കുടുംബം പള്ളി കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിലും ഈ റാഷിദിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ പിതാവ്. ഇത്രയധികം ഈ മകളുടെ 2 വർഷം മുൻപാണ് അപകടം സംഭവിച്ചത്. അതിൽ മകളെ ചികിത്സിച്ചു, ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ റാഷിദിനെ പോലെ ഒരാൾ വരുമ്പോൾ അതിൽ ലവ് ജിഹാദ് ഉണ്ട്, മറ്റ് പല ബാഹ്യ സമ്മർദ്ദങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ പുറത്തു വരണം എന്ന് കൂടിയാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.